നമസ്കാരം. കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് മുക്കലുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊഴുത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ മറ്റൊരാൾ അതിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ലാത്തത് നമ്മുടെ മാരാറെ അഖിൽ മാരാർ ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 പൈസ കൊടുക്കരുത്, ഞാൻ സ്വന്തം നിലയ്ക്ക് 3 വീട് വെച്ചു കൊടുക്കും. ഒരു വർഷമായി. വീടായോ മാരാറെ? ഒന്നും മിണ്ടുന്നില്ല. കുട്ടിയുടെ മിണ്ടാട്ടം ഒന്നും കേൾക്കാനുമില്ല. ഈ അടുത്ത ദിവസം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് സംഘികൾ ഏറിൽ കയറ്റിയതിന് ശേഷം വലിയ അനക്കോ ആവിയൊന്നുമില്ല. എവിടെയൊക്കെ കൂടി പമ്മി നടപ്പുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയാണല്ലോ പലപ്പോഴും ഇദ്ദേഹം വലിയ പ്രചരണം നടത്താറുള്ളത്. ഒരു അടിമുടി സംഘിയായിട്ടുള്ള വ്യക്തിക്ക് ഇപ്പോൾ നിൽക്കുന്ന പ്രൊഫഷനിൽ ഒന്ന് മതേതരനായി നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കോൺഗ്രസ്സുകാരനാകണം. അങ്ങനെ കോൺഗ്രസ്സുകാരനായി നിന്നുകൊണ്ട് അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ സംഘികളുടെ സ്ക്രിപ്റ്റ് വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തിയതിനു ശേഷം 3 വീടുകൾ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് മാധ്യമങ്ങൾ കൊടുത്ത ഒരു കാർഡാണ് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഇത് പ്രഖ്യാപിച്ചത്. ജൂലൈ 30-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 2-3 ദിവസത്തിനിടയിലാണ് ദുരിതാശ്വാസ നിധിയിൽ ആരും പണം കൊടുക്കരുത്, അത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, ഞാൻ കൊടുക്കും. ആ ഞാൻ കൊടുത്തത് എവിടെയാണ്, ആർക്കാണ്, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു, ആരെയാണ്, എന്ത് മാർഗത്തിലൂടെയാണ് വീട് കൊടുക്കാൻ വേണ്ടി അന്ന് ഡയലോഗ് അടിച്ച അഖിൽ മാരാർ സെലക്ട് ചെയ്തിരിക്കുന്നത് നാട്ടുകാർക്ക് അറിയണ്ടേ? ചില സന്ദർഭങ്ങളിൽ ഈ പ്രകൃതി ദുരന്തം പോലെ തന്നെ ഈ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വലിയ മാരണമാണ്. ആ മാരണത്തിന് ആ സന്ദർഭത്തിൽ കുറച്ച് മൈലേജ് ഉണ്ടാക്കാനുള്ള അവസരമാണ്, ഹീറോയിസം നേടാനുള്ള സന്ദർഭമാണ് എന്നുള്ള നിലയ്ക്ക് അടിച്ച വാചകങ്ങളാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ ഡയലോഗ് അടിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസിലെ ഒരു നേതാവിനോട് മാതൃഭൂമി ചാനൽ ചർച്ചയിൽ അവതാരകനായ അഭിലാഷ്, നിങ്ങൾ കോൺഗ്രസ്സുകാർ ഈ 100 വീട് പദ്ധതിക്ക് വേണ്ടി എത്ര രൂപ പിരിച്ചു, അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കാമോ എന്ന് പറഞ്ഞപ്പോ അനക്കോ ഇല്ല, ആവിയില്ല. ഈ അവസ്ഥയിൽ ഇരിക്കുകയും അഭിലാഷ് പറ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതേപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പുറത്തുമുള്ളത്. എന്തായാലും അഖിൽ മാരാരുടെ ആ മൗനം അങ്ങ് വകവെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരു സംവിധാനത്തെ, ഒരു സിസ്റ്റത്തെ വളരെയധികം മോശമാക്കാനും അതിലേക്ക് പണം കൊടുക്കാൻ തയ്യാറായവരെ എങ്ങനെയും വഴിതിരിച്ചു വിടാൻ ശ്രമിച്ച വ്യക്തി, എന്താണ് അത്ര വലിയ മനുഷ്യത്വത്തിന്റെ പ്രതിരൂപമായി അഭിനയിച്ച വ്യക്തി ആ നാടിന് വേണ്ടി ചെയ്ത കാര്യമെന്ന് ഈ നാട്ടുകാരോടൊന്ന് വിശദീകരിച്ച് കാണട്ടെ. മാരാർ എന്തോ വലിയ സംഭവമാണെന്നാണ് സംഘികളും കൊങ്ങികളും വായ്ത്താരിയിട്ടുകൊണ്ട് നടന്നത്. സതീശന്റെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നു, കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായങ്ങൾ പറയുന്നു, ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ സ്വന്തം നിലയ്ക്ക് പറഞ്ഞ വാക്കിന് എത്ര വില കൽപ്പിക്കുന്നവനാണ് മാരാർമാരെന്നൊക്കെ നാട്ടുകാരൊന്ന് കാണട്ടെ, കേൾക്കട്ടെ. ഏതെങ്കിലും ഒരു പ്രഖ്യാപനം ആ സന്ദർഭത്തിൽ കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള നിലയ്ക്ക് തട്ടിവിട്ടതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് മിണ്ടേ വേണ്ട. എനിക്ക് ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ട്, അവർ ഭൂമി തരാമെന്ന് പറഞ്ഞു, അവിടെ വേണമെങ്കിൽ ഞാൻ വീട് വെച്ച് കൊടുക്കാം. അല്ല, ഇനി വേറെ ആരെങ്കിലും എവിടെ പറഞ്ഞാലും വീട് വെച്ച് കൊടുക്കാം, അതിനു വേണ്ട കോൺട്രാക്ടർ എൻ്റെ ഉണ്ട്, അതിനു വേണ്ട സാധന സാമഗ്രികൾ തരാനുള്ള ആൾക്കാർ എൻ്റെ ഉണ്ട്. അവിടെ എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും എൻ്റെ സംവിധാനങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച വ്യക്തി ഇപ്പോൾ ഇത്രയും നാളായിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അവിടെ വീടിന് അർഹതപ്പെട്ടവരെ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നതിനെ കുറിച്ചൊക്കെ സമൂഹത്തോടൊന്ന് വിശദീകരിക്കുന്നത്. ഇതുവരെ വയനാട് വീട് നിർമ്മിക്കാൻ അഖിൽ മാരാർ എത്ര രൂപ ചെലവാക്കി, അത് എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നാടിന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഗീർവാണ ഡയലോഗ് അടിച്ചിട്ട് അങ്ങ് പോകാമെന്ന് കരുതിയ മാരാറെ ആ സന്ദർഭത്തിൽ വലിയ ഹീറോ ആയി നിന്നാലും അതൊന്നും ആരും മറക്കാൻ പോകുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അത് ഓർത്തിരിക്കും, സന്ദർഭമായി ചോദിച്ചിരിക്കും, സമൂഹത്തോട് ചൂണ്ടിക്കാട്ട്, ഞാൻ പറഞ്ഞ വാക്ക് ഇതാണ്. നേരത്തെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് എഡിറ്റ് ചെയ്ത് മുക്കുന്ന രീതിയാണ്. അപ്പൊ തന്നെ അറിയാം അടിമുടി ഉടായ്പാണ്, ഈ വാചാടോപം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ വാക്കാണെങ്കിൽ അത് കൃത്യമായി പാലിക്കുമെങ്കിൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സുകാരും ഇരുട്ടി തപ്പുന്നത് പോലെ തപ്പാതെ ഞാൻ വെച്ച വീട് ദാ എന്ന് ചൂണ്ടിക്കാട്ട്, അല്ലെങ്കിൽ ഞാൻ വെക്കുന്ന വീടുകൾ ദാ ഇവിടെ പുരോഗമിക്കുന്നുണ്ട് ഒന്ന് കാണിച്ചു തന്നെ മാരാറെ. 24 മണിക്കൂർ സോഷ്യൽ മീഡിയ ജീവിയായിട്ട് നടക്കുന്ന വ്യക്തിയല്ലേ, എനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ 1 മണിക്കൂർ മതി എന്ന് പറയുന്ന വ്യക്തിയല്ലേ, ഒരു വീടുണ്ടാക്കാൻ വേണ്ടി 1 ലക്ഷം രൂപയെങ്കിലും മുടക്കിയോ ഇല്ലയോ എന്ന് ഈ നാടിന്റെ മുമ്പേ ഒന്ന് തുറന്നു കാട്ടും. നേരത്തെ പലതരത്തിലുള്ള ഡയലോഗ് അടിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 1 ലക്ഷം രൂപ കൊടുക്കേണ്ട ഗതികേട് വന്ന അതേ പൊട്ടത്തരമാണ്. ആ പൊട്ടത്തരത്തിന്റെ വാചകക്കസത്തിനപ്പുറം യാഥാർത്ഥ്യമായി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അഖിൽ മാരാർ അന്തസ്സോടുകൂടി ഞാൻ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച വീട് ദേ ഇവിടെയാണെന്ന് ഈ സമൂഹത്തെ ഒന്ന് കാട്ടിത്തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.